സംസാരിക്കാൻ വേണ്ടി പോയ ടോപ്പിക് മെഡിക്കൽ ബില്ലിംഗ് എന്താണ്, അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ് അതായത് കോഡിങ് കഴിഞ്ഞിട്ട് മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം ഞാൻ ഒരു മെഡിക്കൽ ബില്ലർ ആയിട്ടാണ് 2 years വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കോഡേഴ്സിന് നമുക്ക് മെഡിക്കൽ ബില്ലറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, മെഡിക്കൽ ബില്ലറിന് സെപ്പറേറ്റ് വാക്കൻസി ആണെന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ടായി. എന്താണ് മെഡിക്കൽ ബില്ലിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എന്താണോ മെഡിക്കൽ ബില്ലിംഗ് തോന്നിയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയാം, മെഡിക്കൽ ബില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഹെൽത്ത് കെയറിലുള്ള അതായത് പേഷ്യൻസിന്റെ ക്ലെയിംസ് ഉണ്ടാവുമല്ലോ, അതായത് കോഡേഴ്സ് കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ്, അതായത് ഹെപ്പിക്സ് അതുപോലെ CPT ICD ആയിട്ടുള്ള കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവുമല്ലോ, അതായത് പേഷ്യന്റിന്റെ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു കോഡ് ഡാറ്റാസ് ആണ് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. അതിനെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ചെക്ക് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതൊക്കെ ഓരോരോ എന്താ പറയാ ഫെസിലിറ്റീനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഞാനത് UAE വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലെയിംസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് എന്താ പറയാ, നമ്മുടെ പേഷ്യന്റ് എലിജിബിൾ ആണോ, അതായത് എത്ര ദിവസം മുതൽ എത്ര മന്ത്സ് വരെയാണ് അതിന്റെ ഒരു വാലിഡിറ്റി ഉള്ളത്, ഇൻഷുറൻസിന്റെ വാലിഡിറ്റി ഉള്ളത്, എന്നാണ് ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്തുള്ളതൊക്കെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. ഒരു പേഷ്യന്റിന്റെ A to Z വരെ നമ്മൾ ചെക്ക് ചെയ്യും. അതിന്റെ എന്താ പറയാ കോഡ് നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലെയിമിന്റെ കോഡ് നമ്മൾ ചെക്ക് ചെയ്യും. അതിന്റെ പേയ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. അതായത് നമുക്കൊരു ലാബിന്റെ ബില്ലിംഗ് ചെയ്യുന്നതെങ്കിൽ ഞാൻ UAE ക്ലെയിംസ് ഹാൻഡിൽ ചെയ്ത ലാബ് ബില്ലിങ്ങിലാണ് നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. ആ സമയത്ത് ഞാൻ കോഡ് ചെക്ക് ചെയ്യും. നമ്മൾ കോഡ് ചെക്ക് ചെയ്യണം. നമ്മൾ എന്താ പറയാ മെഡിക്കൽ ബില്ലിങ്ങിന് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന കോഡ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ ആൾക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ബില്ലറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കോഡേഴ്സ് കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ആണ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുക അല്ലേ. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള കോഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ആദ്യത്തെ കോഡ് എന്താണോ, അപ്പൊ ഞാൻ ലാബ് ആണ് ചെയ്തിരുന്നത് അപ്പൊ ലാബ് കോഡ് എന്താണോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള പേയ്മെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പേയ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റ് എലിജിബിൾ ആണോ, ഏത് ഇൻഷുറൻസ് ആണോ, അപ്പൊ ഒരു ഇൻഷുറൻസിന്റെ അണ്ടറിലാണ് വരുന്നെങ്കിൽ ആ ഇൻഷുറൻസിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്, ഒരു പേഷ്യന്റ് എലിജിബിൾ ആണെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ഇൻഷുറൻസിക്ക് നമ്മൾ ആ ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്തിനാ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിജക്ഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളുള്ള ഹെൽത്ത് കെയറുള്ള ക്ലെയിംസ് ഒക്കെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലോട്ട് സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ഒരു 10-11 സ്റ്റെപ്സ് ഉണ്ട്. എനിക്ക് ഓർമ്മ, ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് രജിസ്ട്രേഷൻ വരുന്നുണ്ട്, അതായത് ഒരു പേഷ്യന്റിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കുക. ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻഷുറൻസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വരുന്നതാണ് മെഡിക്കൽ കോഡിങ് വരുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ അതിൽ വരുന്നുണ്ട് ക്ലെയിം പ്രോസസ്സിങ്, ക്ലെയിം സബ്മിഷൻ, അതുപോലെ തന്നെ പേയ്മെന്റ് പോസ്റ്റിംഗ്, ഡിനയൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പേഷ്യന്റ് ബില്ലിങ്, അതുപോലെ തന്നെ എന്താ പറയാ കളക്ഷൻസ്, അങ്ങനെ കുറെ സ്റ്റെപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് താഴെ കൊടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ബില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും കാര്യം നടക്കുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആണോ ചോദിച്ചാൽ സിമ്പിൾ ആണ്, പക്ഷെ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലെയിം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. അതായത് നമ്മുടെ കയ്യിലുള്ള ക്ലെയിം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റണം. നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് എററും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് കമ്പനി ആ ഒരു പേഷ്യന്റിന് എന്താ പറയുക ഇൻഷുറൻസ് കൊടുക്കില്ല, മനസ്സിലായോ. പിന്നെ അതുപോലെ തന്നെ ഓരോരോ ഇൻഷുറൻസ് കമ്പനീസിനും ഓരോരോ റൂൾസ് ആണ് വരും. അപ്പൊ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ UAE വർക്ക് ചെയ്യുന്ന ഒരു ക്ലെയിംസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, UAE എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്തില്ല, നാട്ടിലെ UAE ക്ലെയിംസ് ആണ് ഫസ്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഓരോരോ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ദമാൻ, ഡിക്ക, അതുപോലെ ഒമാൻ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഓരോരോ ഒക്കേനും വ്യത്യാസമായിട്ടുള്ള, അതായത് ഒക്കെ ഓരോരോ ക്ലെയിമിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആണ് വരുന്നത്. അപ്പൊ ചിലത് എന്താ പറയാ ഡെന്റല് കവർ ആവില്ല, അതുപോലെ ഒപ്റ്റിക്കല് കവർ ആവില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇൻഷുറൻസിന്റെ ഒക്കെ റൂൾസും കാര്യങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ ഞാൻ US എന്താ പറയാ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഡിഫറെന്റ് ആണ്, അതായത് UAE-നെക്കാട്ടും ഡിഫറെന്റ് ആണ് US ക്ലെയിംസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് പഠിക്കണം എന്നറിയോ, ഇൻഷുറൻസിന്റെ
പോളിസീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഡാറ്റാസ് നമുക്ക് തരുള്ളൂ. ആ ഡാറ്റാസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. എനിക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു 5-6 ക്ലെയിംസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അതായത് ഈ നമുക്ക് വരുന്ന കോഡ് ENM കോഡായിരിക്കാം, DME കോഡായിരിക്കാം, ലാബായിരിക്കാം, എക്സ്റേ ആയിരിക്കാം, അപ്പോൾ MRI, അങ്ങനെ സംഭവങ്ങളാണ് വരിക. അപ്പോൾ നമ്മൾ എന്നും ഈ ഒരു കോഡ്സുകൾ കാണുമ്പോൾ നമുക്കത് പരിചയമാവും. പിന്നെ സെയിം സംഭവങ്ങളായിരിക്കും നമ്മൾ എന്താ പറയുക, ഒരേ റൂൾസ് ആയ കാരണം സുഖമായിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ചെയ്തിട്ടോ സബ്മിറ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഭയങ്കര സുഖമാണ് കേട്ടോ ഈ ഒരു മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ള പോസ്റ്റ്. അതായത് മെഡിക്കൽ കോഡിംഗ് വെച്ച് നോക്കുമ്പോൾ മെഡിക്കൽ ബില്ലിംഗ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊക്കെ എന്താ പറയുക മെഡിക്കൽ കോഡിങ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ളൊരു പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എക്സ്പീരിയൻസ് നല്ലതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പുറത്ത് പോവുകയാണെങ്കിലും നാട്ടിലാണെങ്കിലും മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ളതിൻ്റെ ഒരു പോസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വാക്കൻസീസ് മെഡിക്കൽ ബില്ലിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് അറിയില്ല, കോഡിങ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ബില്ലിങ്ങിലോട്ട് പോസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ അതുപോലെ ഡിനൈൽ മാനേജ്മെന്റ്, ചാർജ് എൻട്രി, അങ്ങനെ കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ മെഡിക്കൽ ബില്ലിംഗ് ഇത്രയേ ഉള്ളൂ. അതായത് കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് മെഡിക്കൽ ബില്ലറിന് ഇരിക്കുന്ന പോസ്റ്റിലുള്ള ഒരാൾക്കാണ് കിട്ടുക. അപ്പം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുക അതിൻ്റെ ചാർജസ്, കാര്യങ്ങൾ, പേഷ്യൻ്റ് ID, അതുപോലെ തന്നെ വാലിഡ് ആണോ, പേഷ്യൻ്റ് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഇൻഷുറൻസ് വെച്ച് നോക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ഇൻഷുറൻസ് ഏതാ, സോറിച്ചു അല്ല സിഗ്ന ആയിട്ട് പറയാം. അപ്പോൾ ഒരു സിഗ്ന എന്നുള്ളൊരു ഇൻഷുറൻസിന് എന്താ പറയുക, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ പേഷ്യന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ക്ലെയിംസിൽ എന്താ പറയുക ഒക്കെ എലിജിബിൾ ആണോ, ആ ഒരു ഏജ് ആണെങ്കിലും അവരുടെ എന്താ പറയുക ഇപ്പൊ തന്നിട്ടുള്ള സർവീസസ് അതിൽ നമുക്ക് കുറെ ICD, ഹെപ്പിക്സ്, CPT കോഡ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിഗ്ന എന്ന് പറയുന്ന ഇൻഷുറൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ വാലിഡ് ആണെങ്കിൽ നേരെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്തിട്ട് അത് ഇൻഷുറൻസ് കമ്പനിയിലോട്ട് പോവും. എന്നിട്ട് അവരത് വീണ്ടും റീചെക്ക് ചെയ്തിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലെയിം ചെയ്തെടുക്കാനും പറ്റും. ഇതാണ് മെഡിക്കൽ ബില്ലർ എന്നുള്ള പോസ്റ്റിൽ ഒരാൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.